ഞെട്ടുക. ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സദസ്സുകൾ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം ഓതിക്കേൾപ്പിച്ചു. അൽ മുഅല്ലിം മാസികർ എന്താ പറയണേ? നബിയോ സഹാബത്തോ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല, അതുകൊണ്ട് നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നബിക്ക് ഖുർആൻ തിരിഞ്ഞില്ല എന്ന് കാന്തപുരോ? നിങ്ങളെ ഉസ്താദുമാർ ചെയ്യുന്ന അക്രമം ചില്ലറയല്ല. നിങ്ങൾ ഉസ്താദുമാർ പറയുന്നെന്തറിയോ? നബിക്ക് ഖുർആൻ ആയത്ത് തിരിഞ്ഞില്ല എന്ന്. വേറൊരു ചങ്ങായി ഉണ്ടല്ലോ, ഏത് ഈ ഹംസക്കോയ ബാക്കവി മുന്നിയൂർ, മൂപ്പര് പറയുന്ന 40 ആയത്തുണ്ടെന്നാ നബിദിനം കൊണ്ടാടെ. അപ്പൊ ഇവര് തന്നെ പറയാണ് സഹാബികളൊന്നും നബിദിനം കൊണ്ടാ. അപ്പൊ ഇന്ന് 40 ആയത്ത് പിട്ടിന് കൂട്ടിയതായിരുന്നവര് ആണോ? പിട്ടിന് ഭയം കൂട്ടുന്ന വൈരി കൂട്ടിയതായിരുന്നു. ഈ 40 ആയത്ത് നബിക്ക് തിരിഞ്ഞില്ല എന്നാ പറയണത്. ഇവർക്ക് തോന്നിയാസം ചെയ്യാൻ നബീനെയാണ് ചീത്ത പറയുന്നത്. നബി ഖുർആൻ ആയത്ത് പഠിക്കാത്തവനാണ്. റസൂൽ നോക്ക്, നിങ്ങൾ മനുഷ്യർ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ഉത്തമ സദസ്സ് നബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന സദസ്സാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് റസൂൽ മൂടി വെച്ചു. AP സുന്നി ഈമാൻ ഉണ്ടെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലി ധീരാചരിക്ക്, അള്ളാന്റെ മതം അനുസരിച്ച് ജീവിക്ക്, ഈ ജാതിനൊക്കെ ഒഴിവാക്ക്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പച്ചക്ക്? ഇത് പച്ച മലയാളത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അപ്പൊ നിങ്ങളോട് അറബിയിൽ ഖുർആനും ഹദീസും ഉദ്ധരിക്കണത് മലയാളത്തിൽ എഴുതി മനസ്സിലാവില്ല മനുഷ്യന്മാർക്ക്. ഞാൻ എന്തിനാ അതിങ്ങനെ ദേഷ്യം പിടിക്കണത്? ദേഷ്യം പിടിക്കണത് എന്തിനാണെന്നറിയ നിങ്ങള്? മൂസാ നബി ഫിറൗന്റെ അടുത്ത് ചെന്നപ്പോ ഫഖൂലാലഹു ഖൗലൻ ലയ്യിനാന്ന് പറഞ്ഞിട്ടാ ചെന്നത്. കാരണം ഫിറൗന് ദീനും അറിയില്ല, ഇസ്ലാം അറിയില്ല. ദീൻ അറിഞ്ഞ ഹാറൂൻ നബിനെ താടി പിടിച്ചിങ്ങോട്ട് വലിക്കരുത്, തൗറാത്തിന്റെ ഏട് വലിച്ചെറിഞ്ഞു. മുസ്ലിം ഉമ്മത്ത് പേച്ചു പോയപ്പോ ആ ഉമ്മത്ത് ഖുർആനും സുന്നത്തും കിട്ടിയിട്ട് പോലും ഇവിടുത്തെ മറ്റ് ഹൈന്ദവരെക്കാൾ പിഴച്ചുപോയി എന്ന് കാണുമ്പോ സങ്കടമുണ്ട് സഹോദര. പള്ളിയിൽ മൂത്രയിച്ച അറാബിയോട് നബി മാന്യമായി പെരുമാറി. പള്ളിയിൽ ഖുർആൻ കൂടുതൽ ഓതിയ സാബിനോട് ചൂടാകുകയും ചെയ്തു. എന്തുകൊണ്ട്? ഒരു മുസ്ലിമിന് തെറ്റ് പറ്റാൻ പാടില്ല. അതുകൊണ്ട് അത് പറയുന്നത്. എന്തിനാ നിങ്ങൾ മുസ്ലിങ്ങളോട് ചൂടാകണേ? മുസ്ലിങ്ങളോട് ഏറ്റവും സ്നേഹം ഉണ്ടായിട്ട് ഹൃദയം തുറന്നാ പറയുന്നത്. പടച്ചോനോർത്ത് നിങ്ങൾ കേൾക്കി.